ആടുജീവിതം ഓസ്കർ ചുരുക്കപ്പട്ടികയിൽ നിന്നും പുറത്തായി എന്നുള്ള വാർത്ത വരികയാണ്. ഓൾ വി ഇമാജിനസ് ആസ് എ ലൈറ്റും നോമിനേഷനിൽ ഉൾപ്പെട്ടില്ല. സ്പാനിഷ് ചിത്രം എമിലിയ പെരസിന് 13 നോമിനേഷനുകളാണ് ലഭിച്ചത്. അതേസമയം ഇന്ത്യൻ പ്രതീക്ഷയായി ഹ്രസ്വ ചിത്ര വിഭാഗത്തിൽ അനുജ ചുരുക്കം പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ലയന ജയരാജാണ് എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത്. ലയന, ഇന്ത്യക്ക് ആകെ പ്രതീക്ഷ മുരടിച്ചിരിക്കുന്നു, ഇന്ത്യക്ക് നിരാശ. അതിനപ്പുറത്തേക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ആ നിരാശയുടെ ആഘാതം ഇരട്ടിക്കുകയാണ്, പ്രത്യേകിച്ച് ആടുജീവിതം കൂടി ഇല്ലാണ്ടാകുമ്പോൾ. എങ്ങനെയാണ് അക്ഷയ? 97ാമത് ഓസ്കാർ നോമിനേഷൻസ് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും നിരാശയായിട്ടുള്ളത് മലയാള സിനിമയായ ആടുജീവിതവും കൂടാതെ ഓൾ വി ഇമാജിനസ് ലൈറ്റ്, ഈ 2 സിനിമകളും നോമിനേഷനിൽ ഇടം നേടിയില്ല. എന്നാൽ ഇന്ത്യയുടെ പ്രതീക്ഷയുള്ളത് അനുജയിലാണ്. ഇന്ത്യൻ അമേരിക്കൻ ഹിന്ദി ഷോർട്ട് ഫിലിമായ അനുജയിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷയുള്ളത്. ഇതിൻ്റെ ഡയറക്ഷൻ വരുന്നത് അമേരിക്കൻ കമ്പനിയാണെങ്കിലും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇന്ത്യൻ വംശജരാണ്. പ്രിയങ്ക ചോപ്രയും കൂടാതെ മിൻഡി കലിംഗ പോലുള്ളവരാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമിൽ വരുന്നത്. ഇത് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിലേക്കാണ് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. കൂടാതെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ 13 നോമിനേഷനുകളിലായിട്ടാണ് സ്പാനിഷ് ചിത്രമായ എമിലിയ പെരസ് നോമിനേഷൻ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. ഈ എമിലിയ പെരസിൻ്റെ എമിലിയ പെരസ് ആണ് സാധാരണ രീതിയിൽ ഹോളിവുഡ് സിനിമകളാണ് ശ്രദ്ധ ആകർഷിക്കുന്നതെങ്കിലും ആദ്യമായിട്ടാണ് ഒരു സ്പാനിഷ് ചിത്രം ശ്രദ്ധ ആകർഷിക്കുന്നത്. കൂടാതെ അക്ഷയ, മാർച്ച് 2-നാണ് ഈ അവാർഡ് പ്രഖ്യാപനം നടക്കുന്നത്. ശരി, ലയനയാണ് വിവരങ്ങൾ നൽകിയത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നിരാശയാണ്. ആടുജീവിതം ഉൾപ്പെടെ ഓസ്കർ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടാതെ പുറത്തായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ലയന റിപ്പോർട്ട് ചെയ്തത്.